ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മിന്നും സെഞ്ചുറിയുമായി മലയാളി താരം സഞ്ജു സാംസൺ പൊളിച്ചടുക്കിയപ്പോൾ എൽ ക്ലാസിക്കോയിൽ മുംബൈ ഇന്ത്യൻസിനെ മുക്കിയിരിക്കുകയാണല്ലോ CSK. തീർത്തും ഏകപക്ഷീയമായിട്ടുള്ളൊരു പോരാട്ടമായിരുന്നു. MIക്കെതിരെ 103 റൺസിന്റെ വമ്പൻ വിജയമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിട്ടുള്ളതും. ഈ ഒരു മത്സരത്തിലെ ഗംഭീര സെഞ്ചുറിയോട് കൂടെ സഞ്ജു സാംസൺ ചില വമ്പൻ റെക്കോർഡുകൾ കുറിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് സഞ്ജുവിന് ഇന്നലെ ലഭിച്ച അവാർഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അവാർഡുകൾ വാരിക്കൂട്ടുകയായിരുന്നു സഞ്ജു സാംസൺ. ഒന്നാമത്തേത് പ്രധാനപ്പെട്ട അവാർഡ് പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് തന്നെയാണ്. കളിയിലെ താരം സഞ്ജു ആയിരുന്നല്ലോ. സഞ്ജുവിന് ഇത് IPLിലെ 13ാമത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡായിരുന്നു. എ കൺസിസ്റ്റന്റ് മാച്ച് വിന്നർ ആൻഡ് വൺ ഓഫ് ദി സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ഇൻ ദിസ് ലീഗ് എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാമത്തെ അവാർഡ് ഓൺ ദി ഗോ ഫോർസ് ഓഫ് ദി മാച്ച്. ഏറ്റവും അധികം ഫോറുകൾ അടിച്ച താരമായിട്ട് സഞ്ജു മാറിയിട്ടുണ്ട്. അതിന് 1 ലക്ഷം രൂപയാണ്. മറ്റൊരു അവാർഡ് തീർച്ചയായിട്ടും സൂപ്പർ സിക്സസ് ഓഫ് ദി മാച്ച്. മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ അടിച്ച താരമായിട്ടും സഞ്ജു മാറിക്കൊണ്ട് 1 ലക്ഷം രൂപ പ്രൈസ് മണിയായിട്ട് ലഭിച്ച ഒരു അവാർഡായിരുന്നു അത്. മറ്റു ചില വമ്പൻ റെക്കോർഡുകൾ കുറിക്കാനും സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. T20 കരിയറിലെ 8ാമത്തെ സെഞ്ചുറിയാണ് സഞ്ജു നേടുന്നത്. IPLിലെ 5ാമത്തെ സെഞ്ചുറിയും. IPL കരിയറിൽ ആദ്യമായിട്ടാണ് സഞ്ജു സാംസൺ ഒരു സീസണിൽ 2 സെഞ്ചുറികൾ നേടുന്നതും. ഈ ഒരു സെഞ്ചുറി വന്നതോടുകൂടെ ഇന്ത്യക്കാരിൽ T20 ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികളുള്ള 3ാമത്തെ താരമായിട്ട് മാറാനും സഞ്ജു സാംസണിന് സാധിച്ചിരിക്കുന്നു. എ ഹിസ്റ്ററി ബൈ എ മലയാളി എന്ന് തന്നെ പറയേണ്ടി വരുമല്ലേ. ഇതേ 9 സെഞ്ചുറികൾ വീതം നേടിയിട്ടുള്ള വിരാട് കോഹ്ലിയും അഭിഷേക് ശർമ്മയുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിലുള്ളതെങ്കിൽ 8 സെഞ്ചുറികൾ നേടിയിട്ടുള്ള രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇപ്പോൾ സഞ്ജു സാംസണും ഇടം നേടിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ T20 ക്രിക്കറ്റിൽ 8 സെഞ്ചുറികളായി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു കിടിലൻ നേട്ടം എന്തെന്ന് വെച്ചാൽ IPLിന്റെ 19 സീസണുകൾ നീണ്ട ചരിത്രത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ സെഞ്ചുറി നേടുന്ന ആദ്യ CSK കളിക്കാരനായിട്ട് സഞ്ജു സാംസൺ റെക്കോർഡ് അടിച്ചെടുത്തിരിക്കുന്നു. യെസ്, CSKക്ക് വേണ്ടി ആദ്യമായിട്ടാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ ഒരു പ്ലെയർ സെഞ്ചുറി അടിക്കുന്നത്. ആ ഒരു വമ്പൻ നേട്ടവും ഇപ്പോൾ സഞ്ജുവിന്റെ പേരിൽ. മത്സരത്തിലെ ഹീറോ ആയതിനു ശേഷം സഞ്ജു പറഞ്ഞ കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് പരിശോധിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഫീൽസ് ഗ്രേറ്റ് ടു സ്കോർ എ സെഞ്ചുറി ഇൻ വാങ്കഡെ വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. ഈ ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വെരി ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആഫ്റ്റർ ദി പവർ പ്ലേ വി കെപ്റ്റ് ലൂസിംഗ് വിക്കറ്റ്സ്. പവർ പ്ലേക്ക് ശേഷം ഞങ്ങൾക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ കരുതിയതാണ് ക്രീസിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ബാറ്റർ തന്നെ ഇനി അങ്ങോട്ടും ഇന്നിംഗ്സ് പടുത്തുയർത്തണം. എനിക്ക് ഈ ഒരു ക്രിക്കറ്റിലുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ദ ടീംസ് കം ഫസ്റ്റ് എന്ന് കൂടി സഞ്ജു സാംസൺ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം. ഈ ഒരു കളിയെ മനസ്സിലാക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമായിരുന്നു. ഇതൊരു യങ് ടീമാണ്, ബട്ട് ദ ആറ്റിറ്റ്യൂഡ് വി ഹാവ് ഷോൺ ആഫ്റ്റർ 3 ലോസസ് ഈസ് കമന്റബിൾ എന്ന് കൂടി സഞ്ജു സാംസൺ പറയുന്നു. എവറി ഗെയിം ഈസ് ഇമ്പോർട്ടന്റ്. ഓരോ കളിയും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അതിന് റെഡി ആയിരിക്കണം. അതേപോലെ ഓരോ മത്സരവും ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും വേണം. ഇതാണ് കളിയിലെ ഹീറോ ആയതിനു ശേഷം സഞ്ജു സാംസൺ പറഞ്ഞു വെക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.